ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സന്ദർശിക്കുന്നത് അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധവും പുരാതനവുമായ ശിവക്ഷേത്രത്തിന്റെ ചരിത്രം. അർജുനന്റെ തപസ്സിനും കിരാതയുദ്ധത്തിനും ബന്ധമുള്ള പുണ്യസ്ഥലത്തിന്റെ പ്രത്യേകതകൾ. ഭക്തർ വിശ്വസിക്കുന്ന ആത്മീയ അനുഭവങ്ങളും രോഗശാന്തിയുടെ കഥകളും. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ, പൂജകൾ, ഉത്സവാഘോഷങ്ങൾ. അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള യാത്രാവിവരങ്ങൾ. നമസ്കാരം. കേരളത്തിലെ പവിത്രമായ ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മുടെ മഹായാത്ര ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പരശുരാമൻ മഴുവരിഞ്ഞ് വീണ്ടെടുത്ത ഈ കർമ്മഭൂമിയിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള നിരവധി പുണ്യസങ്കേതങ്ങളുടെ ചരിത്രവഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലായി വ്യാപിച്ചുകിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രത്താലും സമ്പന്നമായ കുറഞ്ഞത് 50 ശിവക്ഷേത്രങ്ങളെ വീതം ഓരോ ജില്ലയിൽ നിന്നും ഈ പരമ്പരയിൽ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കേട്ടുപരിചയിച്ച പ്രശസ്തമായ ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ അധികമാരും അറിയപ്പെടാത്തതും എന്നാൽ അത്യപൂർവവുമായ ശക്തികേന്ദ്രങ്ങളെയും ഈ വീഡിയോകളിലൂടെ നമുക്ക് തുടർന്നും പരിചയപ്പെടാം. ഭക്തിയും അറിവും ഒരുപോലെ പകർന്നു നൽകുന്ന ഈ യാത്രയിൽ നിങ്ങളുടെ സഹകരണവും ഞങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റിലൂടെയോ ഇമെയിൽ വിലാസത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ അവയെ കൂടി ഉൾപ്പെടുത്തി ഈ പരമ്പരയെ കൂടുതൽ പൂർണ്ണമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മഹായാത്രയുടെ ആദ്യഘട്ടത്തിന് നമ്മൾ തുടക്കം കുറിച്ചത് വടക്കേയറ്റത്തെ ജില്ലയായ കാസർഗോഡ് നിന്നാണ്. തുളുനാടിന്റെയും കേരളത്തിന്റെയും സംസ്കാരങ്ങൾ ഒത്തുചേരുന്ന കാസർകോട്ടെ രണ്ടാമത്തെ പുണ്യസങ്കേതമായ അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡിലെ പ്രശസ്തമായ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ്. ശൈവഭക്തിയുടെ പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്ന ഈ ക്ഷേത്രം ഭക്തർക്കൊരു ആത്മീയ അനുഭവമാണ്. ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന്റെ ചരിത്രവും വിശേഷങ്ങളും ഇനി നമുക്ക് പരിചയപ്പെടാം. കേരളത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ആത്മീയപ്രഭയായി നിലകൊള്ളുന്ന മഹാലിംഗേശ്വര ക്ഷേത്രം കാസർഗോഡിന്റെ ഭക്തിപാരമ്പര്യത്തിന്റെയും തുളുനാട് ശൈവസംസ്കാരത്തിന്റെയും അതിപുരാതന സ്മാരകങ്ങളിലൊന്നായി അറിയപ്പെടുന്നു. 1000-ലധികം വർഷങ്ങളുടെ ചരിത്രമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദിവ്യസ്ഥലം മഹാദേവന്റെ അനുഗ്രഹം തേടി ദിനംപ്രതി എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസകേന്ദ്രമാണ്. ക്ഷേത്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും ചുറ്റുപാടുകളും ഇവിടുത്തെ ആത്മീയ അനുഭവത്തെ കൂടുതൽ ആഴത്തിൽ അനുഭവിപ്പിക്കുന്നു. ഭക്തിയും ചരിത്രവും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമി ഇന്നും ശൈവചൈതന്യത്തിന്റെ പ്രഭയായി നിലകൊള്ളുന്നു. പച്ചപ്പിൽ മൂടിയ പ്രകൃതിയും ശാന്തമായ ഗ്രാമാന്തരീക്ഷവും അരികിലൂടെ ഒഴുകുന്ന പേസ്വിനി നദിയുടെ മൃദുസ്വരവും എല്ലാം ചേർന്ന് മഹാലിംഗേശ്വര ക്ഷേത്രം ഭക്തന് ഒരു ദിവ്യാനുഭവമായി മാറ്റുന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് നഗരജീവിതത്തിന്റെ തിരക്കുകളും മാനസിക സംഘർഷങ്ങളും അകന്ന് ആത്മശാന്തിയുടെ അപൂർവ നിമിഷങ്ങൾ അനുഭവിക്കാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രപരിസരത്തിലെ വായുവിൽ പോലും ഒരു പ്രത്യേക ശുദ്ധിയും സമാധാനവും നിറഞ്ഞിരിക്കുന്നുവെന്ന് നിരവധി ഭക്തർ അനുഭവമായി പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പുണ്യഭൂമി ഒരു ആരാധനാലയം മാത്രമല്ല, മനസ്സിന് ശാന്തി പകരുന്ന ഒരു ആത്മീയ അനുഭവകേന്ദ്രം കൂടിയാണ്. മഹാലിംഗേശ്വര ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, കാസർഗോഡിന്റെ സാംസ്കാരിക ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമാണ്. തലമുറകളിലൂടെ കൈമാറിയ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇന്നും ഇവിടെ അതേ ഭക്തിയോടെയും വിശുദ്ധിയോടെയും തുടരുന്നു. തുളുനാട് ശൈവപരമ്പരയുടെ ആഴവും മഹാദേവഭക്തിയുടെ ശക്തിയും ഒരുമിച്ച് ചേർന്നപ്പോൾ ഈ ദിവ്യസ്ഥലം അതുല്യമായ ഒരു ആത്മീയ കേന്ദ്രമായി മാറി. ഭക്തിയും പാരമ്പര്യവും ചരിത്രവും ഒരുമിച്ച് ശ്വസിക്കുന്ന ഈ ക്ഷേത്രം കാസർഗോഡിന്റെ ആത്മീയ അഭിമാനമായി ഇന്നും നിലകൊള്ളുന്നു. പുരാതനകാലത്ത് ഇന്നത്തെ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കാടുകളും വനങ്ങളും നിറഞ്ഞ ശാന്തമായൊരു ഭൂമിയായിരുന്നു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. കാട്ടുവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ പ്രാദേശിക ജനവിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ കിഴങ്ങു കുഴിച്ചെടുക്കുന്നതിനിടയിൽ അവരുടെ ആയുധം ഭൂമിയിലുണ്ടായിരുന്ന ഒരു ശിലയിൽ തട്ടാനിടയായി.
ആ ശിലയിൽ നിന്നും പെട്ടെന്ന് അത്ഭുതകരമായി രക്തം ഒഴുകാൻ തുടങ്ങിയത് കണ്ട് ഭയന്നുപോയ അവർ അയ്യോ അടാ എന്ന് ഉറക്കെ നിലവിളിച്ചതായും ആ വാക്കിൽ നിന്നാണ് അടൂർ എന്ന പേരുണ്ടായതെന്നും പഴമക്കാർ വിശ്വസിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്നും സ്വയം പ്രത്യക്ഷപ്പെട്ട ആ ദിവ്യ സാന്നിധ്യത്തിന്റെ പുണ്യസ്മരണയായി പിന്നീട് ഇവിടെ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് ഭക്തരുടെ വിശ്വാസം. മഹാലിംഗേശ്വര ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയ മറ്റൊരു പ്രധാന ഐതിഹ്യം മഹാഭാരതകാലവുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവരിൽ അർജുനൻ പാശുപതാസ്ത്രത്തിനായി വനവാസകാലത്ത് ഈ പുണ്യഭൂമിയിലെത്തി മഹാദേവനെ കഠിനമായി ആരാധിച്ചുവെന്നാണ് വിശ്വാസം. ഭക്തിയിലും തപസ്സിലും സന്തുഷ്ടനായ മഹാദേവൻ കിരാതമൂർത്തി അഥവാ വേട്ടക്കാരന്റെ രൂപത്തിൽ അർജുനനു മുന്നിൽ എത്തുകയും ഒരു പന്നിയെ വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ യുദ്ധം നടക്കുകയും ചെയ്തു. ഒടുവിൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ അർജുനൻ മഹാദേവൻ ദർശനം നൽകി പാശുപതാസ്ത്രം സമ്മാനിച്ചുവെന്ന വിശ്വാസം ഇന്നും ഭക്തരുടെ മനസ്സിൽ അതേ ഭക്തിയോടെയും ആത്മീയ വിസ്മയത്തോടെയും നിലനിൽക്കുന്നു. ഈ ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലിൽ കിരാതാർജുനീയം കഥകൾ കൊത്തിവച്ചിട്ടുണ്ട്. തപസ് ചെയ്ത സ്ഥലമായതിനാൽ ഈ പ്രദേശം പിന്നീട് കാവടിഗാനാം എന്നും അറിയപ്പെട്ടിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ തന്നെ അസാധാരണമായ ഒരു ശാന്തിയും ആത്മീയ സ്പന്ദനവും അനുഭവിക്കാനാകുമെന്ന് നിരവധി ഭക്തർ വിശ്വസിക്കുന്നു. പ്രഭാതസമയത്ത് മുഴങ്ങുന്ന മണിനാദവും ഓം നമഃ ശിവായ മന്ത്രധ്വനിയും ക്ഷേത്രപരിസരത്തെ കൂടുതൽ ദിവ്യമായ അനുഭവമാക്കുന്നു. ക്ഷേത്രത്തിന്റെ ആത്മീയ അന്തരീക്ഷത്തെപ്പറ്റി മനസ്സിലാക്കാം. ഇവിടുത്തെ മഹാദേവനെ ഭക്തർ അഭീഷ്ടവരദായകൻ എന്ന ഭാവത്തിലാണ് ആരാധിക്കുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും മാനസിക വിഷമങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറാൻ അനേകം ഭക്തർ ഇവിടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭക്തിയുടെ ഓരോ ശ്വാസത്തിലും മഹാദേവന്റെ അനുഗ്രഹസ്പർശം അനുഭവിക്കാമെന്ന വിശ്വാസമാണ് ഈ ദിവ്യസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ ശക്തി. ക്ഷേത്രത്തിന് കാവലായി നിൽക്കുന്ന പ്രകൃതിശക്തികളും വന്യമൃഗങ്ങളും മഹാദേവന്റെ ഭൂതഗണങ്ങളാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശത്രുദോഷങ്ങളും ഗ്രഹപിഴകളും മാറുന്നതിനായി അനേകം ദമ്പതികളും ഭക്തരും മഹാദേവനു മുന്നിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. ശിവരാത്രി ദിനത്തിലും ധനുമാസത്തിലെ വാർഷിക ഉത്സവകാലത്തും ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് മറ്റൊരു ശക്തമായ വിശ്വാസം. ഇവിടുത്തെ മഹാദേവനെ പല കുടുംബങ്ങളും ഇന്നും തങ്ങളുടെ കുലദൈവം ആയി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറിയ ഈ വിശ്വാസങ്ങളാണ് ക്ഷേത്രത്തിന്റെ ആത്മീയ മഹത്വത്തെ ഇന്നും കൂടുതൽ ദീപ്തമാക്കുന്നത്. തലമുറകളായി കൈമാറിവരുന്ന അനേകം അദ്ഭുത കഥകളും അനുഭവങ്ങളുമാണ് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം ഇരട്ടിയാക്കുന്നത്. ഈ പുണ്യസങ്കേതത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്, വർഷങ്ങളോളം വിട്ടുമാറാത്ത രോഗങ്ങളാൽ വിഷമിച്ചിരുന്ന പലരും ഇവിടെയെത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാറുണ്ട്. പേസ്വിനി നദീതീരത്തെ ശുദ്ധവായുവും ക്ഷേത്രത്തിലെ ദിവ്യമായ അന്തരീക്ഷവും കൊണ്ട് അവർക്ക് അത്ഭുതകരമായ രോഗശാന്തിയും ആശ്വാസവും ലഭിച്ചതായി പ്രദേശവാസികൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. നദിയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ സമയങ്ങളിൽ പോലും ശ്രീകോവിലിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. മഹാദേവ ചൈതന്യം നേരിട്ട് ക്ഷേത്രത്തെ കാത്തുസൂക്ഷിച്ച അത്തരം അനുഭവകഥകൾ ഇന്നും നാട്ടുകാരുടെ നാവിൻതുമ്പിലുണ്ട്. ചില ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് അപൂർവമായ ആത്മീയ ശക്തിയും ആഴത്തിലുള്ള മനഃശാന്തിയും അനുഭവപ്പെട്ടതായി പങ്കുവയ്ക്കാറുണ്ട്. അതെ, കേവലം കാഴ്ചകൾക്കുപുറം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഈ നേർക്കാഴ്ചകളാണ് മഹാദേവനോടുള്ള ജനങ്ങളുടെ ആത്മബന്ധത്തെ ഓരോ ദിവസവും കൂടുതൽ ശക്തമാക്കുന്നത്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായി കരുതപ്പെടുന്ന തിങ്കളാഴ്ചകളിലും പ്രദോഷദിനങ്ങളിലും ഇവിടെ പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തുന്നു. ഭക്തർ തങ്ങളുടെ മനസ്സ് അർപ്പിച്ചു നടത്തുന്ന പ്രധാന വഴിപാടുകൾ ഇവയാണ്. സർവ്വപാപങ്ങളും അകറ്റി മനസ്സിന് ശാന്തിയും ഐശ്വര്യവും പകരുന്ന രുദ്രാഭിഷേകം, ഭഗവാന്റെ തിരുമുടിയിൽ കുളിർമേകുന്ന പാൽ അഭിഷേകവും ജലധാരയും, ജീവിതത്തിലെ ഇരുളകറ്റി ജ്ഞാനത്തിന്റെ വെളിച്ചം നിറയ്ക്കാൻ ഭഗവാന് മുന്നിൽ തെളിയുന്ന നെയ്യ് വിളക്കുകൾ, മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ കൂവളമാല സമർപ്പണം, രോഗദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന അതിവിശിഷ്ടമായ മഹാമൃത്യുഞ്ജയ ഹോമം,
ഭക്തിയും സംസ്കാരവും പാരമ്പര്യവും ഒന്നുചേരുന്ന ഈ ഉത്സവങ്ങൾ കാസർഗോഡിന്റെ ശൈവചൈതന്യത്തെ ഇന്നും ജീവനോടെ നിലനിർത്തുന്നു. ഉത്സവകാലങ്ങളിൽ ഈ പുണ്യസങ്കേതം ഭക്തിസാന്ദ്രമായ ഒരു ദിവ്യാന്തരീക്ഷമായി മാറുന്നു. ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ പങ്കെടുക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് മഹാശിവരാത്രി. രാത്രി മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഭജന, ശിവനാമജപം, ദീപാലങ്കാരങ്ങൾ എന്നിവയാൽ ശിവരാത്രി നാളുകളിൽ ക്ഷേത്രാങ്കണം കൈലാസമായി മാറുന്നു. ധനുമാസത്തിലെ വാർഷിക ഉത്സവ സമയത്ത് ക്ഷേത്രം അനവധി ദീപങ്ങളാൽ അലങ്കരിക്കപ്പെടുന്നു. പേസ്വിനി നദിയിൽ നടക്കുന്ന ഭക്തിനിർഭരമായ ആറാട്ടോടുകൂടി പ്രത്യേക പൂജകളും ചടങ്ങുകളും ഭംഗിയായി സമാപിക്കുന്നു. തുളുനാടിന്റെ തനത് സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും കലാരൂപമായ യക്ഷഗാനം ഭഗവാൻ സമർപ്പണമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ദിവ്യമായ രഹസ്യങ്ങളെയും അതിന്റെ ആത്മീയ പ്രത്യേകതകളെയും കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം. ഈ ശിവലിംഗം സ്വയംഭൂ രൂപമാണെന്ന് ഭക്തർ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു. അതായത് മനുഷ്യർ കൈകൊണ്ട് നിർമ്മിച്ചതല്ല, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും സ്വയം ഉദിച്ചുവന്ന ദിവ്യശക്തിയുടെ പ്രതീകമാണിതെന്ന് അവർ കരുതുന്നു. ഇത്തരത്തിലുള്ള സ്വയംഭൂ ശിവലിംഗങ്ങൾ അത്യന്തം അപൂർവവും അതിവിശുദ്ധവുമാണെന്ന് ശാസ്ത്രീയ ആത്മീയ വിശ്വാസങ്ങളിൽ പറയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് അത്യന്തം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു. ശിവലിംഗത്തിനു മുന്നിൽ ചില നിമിഷങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലെ ഭയങ്ങളും ആശങ്കകളും വിഷമങ്ങളും അകന്ന് ആത്മശാന്തി ലഭിക്കുന്നുവെന്ന് നിരവധി ഭക്തർ അനുഭവമായി പങ്കുവയ്ക്കാറുണ്ട്. വ്രതശുദ്ധിയോടെ ഇവിടെയെത്തി ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ ഐശ്വര്യവും തടസ്സനിവാരണവും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഓരോ നിമിഷത്തിലും മഹാദേവന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കാമെന്ന ആത്മീയ വിശ്വാസമാണ് ഈ പുണ്യസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ സന്ധ്യാസമയത്തെ ദീപാരാധന ഭക്തർക്കായി ഏറ്റവും ദിവ്യവും മനോഹരവുമായ അനുഭവങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. നൂറുകണക്കിന് ദീപങ്ങൾ ഒരുമിച്ച് തെളിയുമ്പോൾ ക്ഷേത്രം മുഴുവൻ ദിവ്യപ്രകാശത്തിൽ മുങ്ങിയൊരു ആത്മീയ ലോകമായി മാറുന്നു. ആ ദീപപ്രകാശത്തിന്റെ ശാന്തതയിൽ ഭക്തരുടെ മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും ഭക്തിയുടെ അപൂർവ സ്പന്ദനവും നിറയുന്നതായി അനുഭവപ്പെടുന്നു. പേസ്വിനി നദിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റും മണിനാദങ്ങളും മന്ത്രധ്വനികളും നിറഞ്ഞ ആ വിശുദ്ധ നിമിഷങ്ങളിൽ മഹാദേവന്റെ സാന്നിധ്യം ക്ഷേത്രമാകെ നിറയുന്നുവെന്ന് നിരവധി ഭക്തർ വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണശൈലി കേരളീയ വാസ്തുവിദ്യയും തുളുദേശത്തിന്റെ കലാശൈലിയുമായുള്ള മനോഹരമായൊരു സംഗമമായി കാണപ്പെടുന്നു. പ്രകൃതിയോടൊത്തിണങ്ങിയ ഘടനയും പരമ്പരാഗത ശില്പചാതുര്യവും ഇവിടെ വ്യക്തമായി പ്രതിഫലിക്കുന്നു. ശ്രീകോവിലിന്റെ ചുമരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന പുരാതന കല്ലെഴുത്തുകളും സൂക്ഷ്മമായ ശില്പകലകളും ക്ഷേത്രത്തിന്റെ ചരിത്രപൈതൃകത്തിന് കൂടുതൽ ഭംഗിയും ആഴവും നൽകുന്നു. ഓരോ കൊത്തുപണിയിലും കാലത്തിന്റെ അടയാളങ്ങളും ഭക്തിയുടെ ശ്വാസവും നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. ക്ഷേത്രപരിസരത്തിന്റെ ശാന്തതയും പവിത്രതയും ക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതിന്റെ അന്തരീക്ഷവും ദർശനീയമായ ഒരു ആത്മീയ അനുഭവം തന്നെയാണ്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ളതാണ് ഈ പുരാതന നിർമ്മിതികൾ. ഓരോ നിർമ്മിതിയിലും പാരമ്പര്യത്തിന്റെ ആഴവും ഭക്തിയുടെ സ്പർശവും അനുഭവിക്കാനാകുന്നു. മഴക്കാലത്ത് ചുറ്റുമുള്ള പച്ചപ്പും നിറഞ്ഞൊഴുകുന്ന പേസ്വിനി നദിയും ചേരുമ്പോൾ ഈ ദിവ്യസ്ഥലം കൂടുതൽ മനോഹരവും ആത്മീയ സാന്നിധ്യം നിറഞ്ഞതുമായ അനുഭവമായി മാറുന്നു. പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ഒരുമിച്ച് ശ്വസിക്കുന്ന ഒരു അപൂർവ പുണ്യഭൂമിയാണ് ഈ ക്ഷേത്രം. എത്തിച്ചേരാൻ കാസർകോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഏകദേശം 38 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ക്ഷേത്രം ഏകദേശം 85 കിലോമീറ്റർ അകലെയാണ്. റോഡ് മാർഗം യാത്ര ചെയ്ത് എത്തിച്ചേരാം. കാസർകോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ലഭ്യമാണ്. കൂടാതെ ഓട്ടോറിക്ഷയും ടാക്സി സൗകര്യങ്ങളും യാത്രയ്ക്ക് എളുപ്പം നൽകുന്നു. സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രദർശനം രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്നു. ഉച്ചയ്ക്ക് 12:30 ക്ഷേത്രം അടയ്ക്കും.
വൈകുന്നേരം 5 മണിക്ക് വീണ്ടും തുറന്ന് രാത്രി 8 മണിവരെ ദർശന സൗകര്യം ലഭ്യമാണ്. ഈ സമയക്രമം പാലിച്ച് സന്ദർശിക്കുന്നവർക്ക് ശാന്തവും ആത്മീയവുമായ ഒരു ക്ഷേത്രാനുഭവം ലഭിക്കും. രാവിലെയും വൈകുന്നേരവുമുള്ള ദർശന സമയങ്ങളിൽ പ്രകൃതിയുടെ ശാന്തതയിൽ മഹാദേവനെ ഭക്തിപൂർവം ആരാധിക്കുന്നത് ഭക്തർക്കൊരു അതുല്യ ആത്മീയാനുഭവമായി മാറുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇത്. ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും ആത്മീയ സമാധാനത്തിന്റെയും അപൂർവ അനുഭവം സമ്മാനിക്കുന്ന ഈ പുണ്യഭൂമി ഇന്നും ആയിരക്കണക്കിന് ഭക്തരുടെ വിശ്വാസദീപമായി നിലകൊള്ളുന്നു. മഹാദേവന്റെ ദിവ്യസാന്നിധ്യം മനസ്സിൽ നിറച്ച് ഈ ആത്മീയ യാത്രയുടെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ കാസർഗോഡ് ജില്ലയിലെ പെരുത്താടി ശ്രീ മഹാദേവ ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓം നമഃ ശിവായ. നിങ്ങൾ ഒരു മഹാദേവ ഭക്തനെങ്കിൽ ദയവായി അദ്ദേഹത്തിനു വേണ്ടി ഒരു കമന്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി.